ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ ഉദയം കാണാൻ വന്നതാണ്. ഫോക്സൊക്കെ ഉറങ്ങുകയാണ്. ഞാനും ഇതൊക്കെ ഉദയം കാണാൻ വന്നത്. നല്ല ശക്തിയിലുള്ള തിരമാല ഉണ്ടായിരുന്നു. അതിനാൽ നമ്മൾ ഒരു ടൈം ലാപ്സ് എടുത്തു. ഞാനിപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് നമ്മളിന്ന് സ്വിമ്മിംഗ് പൂളിലാണ് ഇപ്പോൾ. അപ്പോൾ സൺറൈസ് കാണാനുള്ള പറഞ്ഞു. പക്ഷെ പറ്റിയില്ല ഗൈസ്, സണ്ണ് ഒന്നുമില്ല ഗൈസ്. സണ്ണ് നമ്മൾ 3G ആക്കി പോയി ഗൈസ്. സ്വിമ്മിംഗ് പൂളിൽ വന്നു ഗൈസ്. ഒരു ഡോൾഫിനെയൊക്കെ കാണാനുണ്ട്. അയ്യോ ഡോൾഫിൻ, അയ്യോ ഡോൾഫിൻ, ഡോൾഫിൻ, സോറി. അയ്യോ കളിച്ച് മതിയാവുമ്പോ കേറി പോരിട്ടോ. എല്ലാവർക്കും പുതിയ അത് വിനു പറഞ്ഞിട്ടുണ്ടാവും. സ്വാഗതം. പിന്നെ ഇന്ന് നമുക്കൊരു അക്വേറിയം കാണാൻ പോകണം. ഇപ്പൊ നമ്മളെ ലക്ഷ്യം എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാം എന്നതാണ്. നമുക്കപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. രാവിലെ കഴിച്ചിട്ടില്ല, മീനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പോലെ മന എങ്ങനെയുണ്ട്? നല്ല ഭംഗിയല്ലേ ഗൈസ്, കണ്ടോ? കടല് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, നമ്മളങ്ങനെ പൊഴിക്കര ബീച്ച് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയാണ്. പരുന്താണ്, കണ്ടോ? നിങ്ങൾ ആരൊക്കെ ഇത്ര അടുത്ത് കണ്ടിട്ടുണ്ട്? ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതാ ഗൈസ് ഒരു ബോട്ട് അവിടെ ഉണ്ട്. ബോട്ട്. അപ്പൊ ഗൈസ് നമുക്കൊന്ന് ബീച്ചിലോട്ട് ഇറങ്ങാം. ഗൈസ് ഞങ്ങളങ്ങനെ ബീച്ചിലിറങ്ങി. അങ്ങനെ നമ്മുടെ വിനു വെള്ളത്തിൽ പോയി. നമ്മള് എന്താ പറയാ, ഒന്ന് പെട്ടുപോയി ഗൈസ്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കേണ്ടതായിരുന്നത്, പക്ഷെ പറ്റിയില്ല. പിന്നെ നമ്മൾ തിര എണ്ണി കളിക്കുകയായിരുന്നു അവിടെ. പിന്നീട് അതിൻ്റെ ഇടയ്ക്കാണ് ഗൈസ് ഇത് തിര വരുന്നത്. ഗൈസ് വിനു അറബിക്കടലിൽ ഒളിച്ചു പോയേനെ ഗൈസ്. നമ്മൾ അറബിക്കടലിൽ പോയി വിനുവെ എടുക്കേണ്ടി വന്നേനെ ഗൈസ്. പക്ഷെ ഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ദൈവം കാത്തു. ദൈവം കാത്തു, ഭാഗ്യം. ആ നേരത്ത് തിരയൊന്നും വന്നില്ല ഗൈസ്. ഗൈസ് ഇവിടുന്ന് നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഉടനെ തന്നെ വരും ഗൈസ്. ഉണ്ടല്ലോ. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ചു പോവാൻ, ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ച് നമ്മൾ പോവാണ്.
യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മള് നമ്മളങ്ങനെ നമ്മളെ ബോറടി അല്ലേ ഒരു ചായ കുടിച്ച ലോലിപോപ്പ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് യാത്ര കണ്ടിന്യൂ. കഴിഞ്ഞ വീഡിയോയിൽ വലിയ കാര്യം കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല, സോറി അതിന്. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമായി കല്യാണത്തിന് ഫുൾ തിരക്കായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഫുൾ സ്ഥലം. ഇനി നമ്മൾ പോകുന്നത് ഗൈസ് ഭൂമിയുടെ നടുഭാഗം അറിയപ്പെടുന്നത് ജഡായി വെബ് സെന്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. സാമ്പ്രാണിക്കൊടി. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക അക്വേറിയം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഫ്രണ്ട്സ്? ഈ സ്ഥലത്തിന്റെ വർക്കലയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു സൈഡ് കായലും ഒരു സൈഡ് എന്താ പറയാ കടലും ആയിരിക്കും. ഇതിനെ നമ്മൾ അഴിമുഖം എന്ന് പറയും. നമ്മളൊരു ആദ്യം അക്വേറിയം പറയില്ല, അത് വേണ്ടാന്ന് വെച്ചിട്ട് ഗൈസ്. അത് തുറക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ കുറേ സമയമായിരിക്കും. അപ്പം അത് എടുക്കൂല. അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് വാട്ടർ സൈക്കിൾ അറിയാമോ? അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് തുടങ്ങുന്നത് എന്താ വെച്ചാൽ മഴയിലാണ്. ഈ മഴ പെയ്യുമ്പോൾ ഈ പുഴ ഇതൊക്കെ അല്ലേ തോട്, അതിലൊക്കെ ഇങ്ങനെ വെള്ളം നിറയും. അത് നമ്മുടെ കടലിലെത്തും. മേലെ പിന്നെ അത് നീരാവിയായി മഴ പെയ്യും. വീണ്ടും അത് മഴ പെയ്യും, തോടുകളിലെത്തും, കടലിലെത്തും, നീരാവിയാവും, മഴയാവും. വീണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ തുടർന്ന് പോകുന്നൊരു ഇതാണ് വാട്ടർ സൈക്ലിംഗ്. ഓക്കെ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ കടലും കായലുമാണ്. ഈ സൈഡിൽ കായൽ, ഈ സൈഡിൽ കടൽ. കടലൊക്കെ വരെ കേറുന്നുണ്ടോ വെള്ളം? ഫ്രൈഡ്സ്. അപ്പൊ നമ്മള് കുറച്ച് ഇതൊക്കെ വാങ്ങിച്ചു. ചിപ്സ് എന്താ വാങ്ങിയ വെച്ചാൽ ആദ്യമായിട്ട് വാങ്ങിയത് ഇതാണ് പച്ച കളർ മുറുക്ക്. ദെൻ നമ്മുടെ ഇനുവിൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ചിപ്സ് ഉണ്ട്. എൻ്റെത് ചിപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. എന്താണ് ഈ കായലിൻ്റെ കായലായിരുന്നത്? കഴിഞ്ഞു പോയി കഴിഞ്ഞത് ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടിക്കായൽ. അതിന് അവിടെ ഉള്ളൊരു ഐലൻഡാണ് സാമ്പ്രാണിക്കോടി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആരൊക്കെ തുപ്പിയിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സാമ്പ്രാണിക്കോടിയിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഉണ്ടോ? അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോട്ടിൽ കയറി. പിന്നീട് ഈ കാണുന്നത് ചെമ്മീൻ കെട്ടാണ്. പിന്നെ ഈ ദൂരെ കാണുന്ന ഐലൻഡാണ് നമ്മുടെ സാമ്പ്രാണിക്കോടി. എന്താ ഭംഗി, നിങ്ങൾ തന്നെ കാണൂ. എന്തായാലും സാമ്പ്രാണിക്കോടിയുടെ നിങ്ങൾക്കിവിടെ ഒരുപാട് നീർക്കാക്കകളെ കാണാൻ കഴിയും. ഇത് വെള്ളത്തിൽ പോകുമ്പോൾ താറാവ് പോലെയാണെങ്കിലും നമ്മൾ ഇതിനടുത്ത് പോയാൽ ഇത് കാക്കകളെ പോലെ പറക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് നമ്മുടെ സാമ്പ്രാണിക്കോടി. ശരിക്ക് സാമ്പ്രാണിക്കോടിയുടെ ഭംഗി കണ്ടറിഞ്ഞ ഒരു ദിവസമായിരുന്നു ഈ ഡേ 3. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് സാമ്പ്രാണിക്കോടി എന്ന്. നിങ്ങൾ എത്ര പേർ സാമ്പ്രാണിക്കോടിയിൽ പോയിട്ടുണ്ടെന്നും കമൻറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നീർക്കാക്കയെ കാണാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
ഇവിടെ കൈയിടാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ കൈ വെക്കാൻ പറ്റുമോ? വെള്ളത്തിന് കടകളാണ് ഈ കാണുന്നത്. ഇവിടെ ആരാണോ എനിക്കൊരു സംശയം കേസ്, ഇവിടെ കാണുന്ന ആരാണോ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അല്ലേ? ആരാണോ അതോ ഇതുപോലെ തോന്നുന്നത് നമുക്ക് ജസ്റ്റ് കമന്റ് ചെയ്യാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കോടിയിലൂടെ നടക്കാൻ തുടങ്ങി. കായലിലുള്ള ഒരു കടയിൽ നിന്നും നമ്മൾ കപ്പയും കടലയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കഴിച്ചു. കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു അത്. ഞങ്ങൾ കണ്ടൽക്കാടിലൂടെ പോകുമ്പോൾ കായലിന്റെ ഭംഗിയാണ് ഈ കാണുന്നത്. ഇതാണ് സാമ്പ്രാണിക്കോടി. മുഴുവൻ കണ്ടൽക്കാടുകളാണ് ഇവിടെ. ഇത് നമ്മൾ വള്ളത്തിൽ പോകുമ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകളാണിത്. നേടുതാ അവിടെ ചിലർ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് വള്ളങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെയും ഇതെന്തിനാ വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുതരാം. സുനാമി തടയാനൊക്കെ വേണ്ടിയാണ്. ഇതിന്റെ റൂട്ട്സ് റെസ്പിറേറ്ററി റൂട്ട്സ് ആണ്. ചതുപ്പിൽ നിന്നൊക്കെ ഓക്സിജൻ വലിച്ചെടുക്കും. എന്താ ഭംഗി കണ്ടൽക്കാടിനകത്തിൽ അകത്ത് കൂടെ പോകാൻ. ശരിക്കും ഒരു സൗന്ദര്യമായിരുന്നു. കണ്ടൽക്കാടിന്റെ സൗന്ദര്യം കണ്ടതിന്റെ ദിവസമായിരുന്നു. ഇത് ഒരുപാട് കണ്ടൽക്കാടുകളാണ് സാമ്പ്രാണിക്കോടിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അഷ്ടമുടിക്കായലിന് ചുറ്റും പിന്നെ ഇവിടെ ഒരുപാട് തെങ്ങുകളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അടുത്തുള്ള കടയിൽ നിന്നും കപ്പയും കടല എല്ലാം പാഴ്സൽ മേടിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. വിനുവിന് വെള്ളത്തിലൂടെ നടക്കാൻ വളരെ പേടിയുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവൻ പതിയെ തുഴഞ്ഞ് പതുക്കെ നടന്നാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല മടിയായിരുന്നു വെള്ളത്തിലിറങ്ങാൻ. പിന്നെ ഞാനും എല്ലാം ഇറങ്ങുന്നെന്ന് കേട്ടപ്പോൾ വന്നതാണ്. കാരണം പിന്നെ ഇത് നമ്മളെ കയറി കരയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ നമുക്ക് ഞാനുമെല്ലാം നിങ്ങൾക്കൊരു കൗതുകമായ ഒരു കാഴ്ച കാണിച്ചു തരാം. മുന്നിലാണ് ഗൈസ് 3 ചുവപ്പ് കാറുകൾ ഗൈസ്. നിങ്ങൾ കണ്ടോ? 1 2 3 ഗൈസ്. ഇതാണ് നമ്മൾ പോണ വഴിക്ക് കണ്ടത്. 2 ഗ്ലാൻസ ദെൻ 1 i20 ആണ് ഗൈസ് പോണത്. കണ്ടോ? ഇത് നമ്മൾ അടുത്തത് കാണിച്ചാണ്. പിന്നെ അടുത്ത സ്ഥലത്തെത്തി നമുക്കപ്പോ ഏതായാലും ജഡായു ആ സ്ഥലത്തെത്തി കാണാം. ഗൈസ് ഇതാണ് ജഡായു ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. കാണുന്നുണ്ട്. ഇപ്പോ ഞാൻ നേരെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ജഡായസ് നല്ല ക്ലിയർ ആയി കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോ നമുക്കത് നമ്മള് ബെസ്റ്റ് ടൈമിലാണ് എത്തിയത്. നല്ല മഴ ഗൈസ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്തറിയോ, ഇവിടെ കുറച്ച് കുറെ വെയിലുണ്ട്. കുറച്ച് വെയിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉറച്ച് വെയിലുണ്ട് മഴ. ഗൈസ് നല്ല മഴ. നമ്മളെങ്ങനെയൊക്കെയോ ഓടിയൊക്കെ എത്തി. ടിക്കറ്റ് എടുക്കണം. ചിലപ്പോൾ നമുക്ക് കേബിൾ കാർ കിട്ടും. അത് കയറി പോവാ, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറണം. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ചെറുതായി മഴ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സംഭവമുണ്ട്. നമ്മള് സാധാരണ നമ്മളെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നമ്മളെ നെയ്യാമണി ട്രിപ്പ് പോയപ്പോൾ ഡ്രസ്സ് ഇട്ടു. ഞങ്ങളെ മേമ
ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ് അതിൽ ഞങ്ങൾ ഇട്ടത്. അപ്പോൾ നിങ്ങൾ നെല്ലിയാമ്പതി ട്രിപ്പ് കണ്ടിട്ടില്ലെങ്കിൽ നെല്ലിയാമ്പതി ട്രിപ്പും പിന്നെ അവിടെ ആദ്യത്തെ 2 പാട്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ ജഡായിയോ അവിടെ എത്തിക്കാണാം. അങ്ങനെ നമ്മൾ ജഡായിയോ കാണാനുള്ള ഇനി ഇവിടുന്ന് എത്ര 1000 സ്റ്റെപ്പ് അങ്ങാണ്ട് കയറണം നമുക്ക് ജഡായുവിനെ കാണണമെങ്കിൽ. നമുക്ക് കയറണം, കാരണം നമ്മൾ കേബിൾ കാറിലാണ്. പിന്നെ ജഡായു പലരും കണ്ടിട്ടുണ്ട്. ജഡായുക്ക് ഈ ഒരു സൈഡ് മാത്രമുള്ളൊരു ചിറക്, മറ്റേ ചിറക് അവിടെ രാവണൻ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം, കാരണം നമ്മുടെ എന്താ പറയുക കേബിൾ കാർ 10 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കേബിൾ കാറിന് നമ്മുടെ ജഡായിൻ്റെ കഥ പറഞ്ഞുതരാം. കാണാൻ പറ്റുന്നത് ഫൈനലി നമ്മളെ കേബിൾ കാർ അറയോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. കേബിൾ കാറിനെ കയറി പാലക്കാട് നീ വെളിയിലോട്ടൊക്കെ നോക്ക്, താഴേക്ക് നോക്ക്, മുകളിലോട്ട് കയറി പോവേയില്ലേ? ഹരിദ്വാറിൽ പോയപ്പോഴേ ഇത് ഓപ്പണായിരുന്നു. ഇത് കറക്റ്റ് ഇപ്പൊ വളരെ ഇതാണ്. കൊല്ലം ഫുൾ പിന്നെ ഒരു പച്ച തിരിച്ചു പോവോ? പാലക്കാട് പോവോ? എവിടെയൊന്നും കറങ്ങാനില്ല. പിന്നെ അവിടെ കോവളത്തൊക്കെ പോയാ കണ്ടിട്ട് പോയാൽ നാളെ സ്കൂള് സ്കൂള് ലീവാണ് ഇപ്പോഴും. നമ്മുടെ ജഡായുടെ കഥ കേൾക്കാം. അപ്പൊ ഒരു ദിവസം നമ്മുടെ സീതാദേവിയെ രാവണൻ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ടുപോകും. അപ്പൊ രാവണനെ തടയാൻ ഈ ജട്ടായു വരും. അപ്പൊ രാവണൻ ഈ ജട്ടായുവിന്റെ ഒരു ചിറക് വെട്ടിക്കളയും. അത് ഇവിടെ വീഴും. വീണതാണ് ജട്ടായു. ഇത് ജട്ടായു പാറ. ഇത് ഭൂമിയുടെ മധ്യഭാഗം എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ജട്ടായുടെ കഥ. അതാണ് എഴുത്ത്. ഇവിടെ വന്നൊന്ന് നോക്കണം. രേഖ വന്നിട്ടുണ്ടെന്ന് തോന്നില്ലേ? ആ രേഖ ഇവിടെ അവരുടെ എന്തോ ഒരു ഇതിനായിട്ട് വന്നത് വന്നിട്ടില്ലേ? അവര് അതിന്റെ എന്തോ ഒരു ട്രെയിനിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. ജട്ടായു കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ജട്ടായു കണ്ടോ നമ്മുടെ ജഡായു. ഇതാണ് ഇത്. ഈ സൈഡിലൊരു ചിറക്, ബാക്ക് അവിടെ ഒരു ചിറകുണ്ട്. അത് പക്ഷേ പോയിരിക്കുകയാണ്. പകുതിയേ ഉള്ളു. അത് നമ്മളെ രാവണൻ വെട്ടിയ ചിറകാണ് ഇപ്പുറത്തുള്ളത്. ശരിക്കും നല്ല ലുക്കാണ് കാണാൻ. ഇങ്ങോട്ട് മഴ തുടങ്ങിയതോ. രാമ ടെമ്പിൾ. ഇതെന്താ വായിക്കുക? നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ഇത്
നമ്മുടെ ജഡായുപ്പാറേൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ നിന്ന് ജഡായുപ്പാറയുടെ അടുത്തുള്ള സ്ഥലങ്ങളും ചടയമംഗലവും മുഴുവനായും കാണാം. നമ്മുടെ ബാക്കിലായി ഇതാണ് ഇവിടുത്തെ വ്യൂ. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു ഇവിടെ നിന്നും നോക്കി ഈ ഒരു കാഴ്ചകൾ കാണാൻ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ രാമൻ്റെ അമ്പലം. ജഡായുയുടെ അടുത്ത് തന്നെയുള്ളതാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ കയറി ജഡായുടെ ഒരു ഫോട്ടോയും നമ്മൾ ഒരു ഡാർക്കിൽ നിന്നും ലൈറ്റിലേക്കുള്ളൊരു വീഡിയോ എടുത്തു. പിന്നീട് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു പ്രതിമ 10 വർഷമെടുത്താണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. രാജീവ് അഞ്ചലാണ് ഇതിൻ്റെ ശില്പി. നമ്മൾ മുകളിലെത്തിയപ്പോഴേക്കും മഴ തോർന്നു. മഴ പെയ്തത് ഭാഗ്യമായി, ഇല്ലെങ്കിൽ നമ്മുടെ കാലെല്ലാം ചുട്ട് പൊള്ളി പഴുത്തു പോയേനെ. ഭാഗ്യമെന്ന് പറയട്ടെ മഴ പെയ്തത്. ഇവിടെ നമുക്ക് കേബിൾ കാറുകൾ പോകാൻ കഴിയും. ഇവിടെ 4 സെറ്റ് കേബിൾ കാറുകളുണ്ട്. ഇവിടെ പച്ച, മഞ്ഞ, നീല, വെള്ള എന്നീ കളറുകളിലാണ് കേബിൾ കാർ ഉള്ളത്. മൊത്തത്തിൽ 4 കളർ കേബിൾ കാറുകളുണ്ട് ഇവിടെ. പിന്നീട് ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. പിന്നീട് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മുടെ കേബിൾ കാർ ഇവിടെ എത്തി. ജഡായു പാറ നിങ്ങൾ എന്തായാലും മസ്റ്റായി ഇവിടെ കൊല്ലത്ത് വന്നാൽ കാണേണ്ട സ്ഥലമാണ്. പിന്നീട് കേബിൾ കാർ യാത്രയും നിങ്ങൾ മസ്റ്റായും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ജഡായുപ്പാറയുടെ മുകളിലേക്ക് വന്നത് വെള്ളയിലാണെങ്കിൽ തിരിച്ചു പോകുന്നത് മഞ്ഞയിലാണ്. കേബിൾ കാറിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു കേബിൾ കാറ് മാക്സിമം 6 പേർക്ക് കയറാം. ഇത് ചിലപ്പോ നമുക്ക് ഇത് കിട്ടും. ഇപ്പോൾ സമയം 7:36. ഇപ്പൊ നമ്മളൊരു ടീ ബ്രേക്ക് നിർത്തിയിരിക്കുകയാണ്. അത് വൈക്കം കഴിഞ്ഞുള്ള സ്ഥലത്ത് നമ്മള് നിർത്തിയിരിക്കുകയാണ് ഒരു ചായ കുടിക്കാനായിട്ട്. പിന്നെ ഇത് ചിലപ്പോ 4 days ഉണ്ടാവും. നാളെ നമ്മൾ സ്കൂളിലൊന്നും പോകുന്നില്ല. പക്ഷെ ഇത് 3rd ഡേയിൽ തന്നെ ആയിരിക്കും ആ 4th day വരിക. നമ്മുടെ ചായ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കുടിക്കാം. കുറച്ച് ചൂടാറിയുണ്ട്, ട്രൈ ആണ്. കോട മുന്നില്, പക്ഷെ കോട പോയി ഗൈസ്. നമ്മൾ കാണുന്നത് രാത്രി അവിടെ കാഴ്ചകളാണ്. നമ്മൾ മൂവാറ്റുപുഴ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കൂടി ഉള്ളൂ. നമ്മളിപ്പോ കാഞ്ഞിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇപ്പൊ ചെറുവള്ളി പോകും ഗൈസ്. നമ്മള് പാലിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലില് നമ്മള് കുറച്ചുകൂടി ദൂരം വണ്ടി നോക്ക്. ഡിഫൻഡർ ഗൈസ്. നമ്മള് കുതിരാനെത്താറായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കുതിരാനെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ
നല്ല മഴയായിരിക്കും ആണോ. പിന്നെ നമ്മൾ പോണ വഴിക്ക് ബ്ലോക്ക് അങ്ങനെയൊന്നുമില്ല, വലിയ വണ്ടികളോ ഇതൊന്നും റോഡിലില്ല എന്നതാണ് ഒരു സത്യം. പകാലല്ലേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വെളുപ്പാൻ കാലത്തെത്തിയ വെള്ളപ്പാറയിൽ നല്ല കോടവനായിരിക്കും. സോ ഗൈസ് നമ്മളങ്ങനെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, വലിയ ബ്ലോക്കും കാര്യങ്ങളുമില്ല, പക്ഷെ മഴയാണ് ഗൈസ്. അപ്പൊ നമുക്കിനി പന്നിങ്കര ടോളെത്തിടാം. പോകുന്ന വഴിക്ക് നല്ല മഴയായതിനാൽ അധികം മഴയും രാത്രിയും ആയതുകൊണ്ട് തന്നെ വലിയ കാഴ്ചകളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഇത് മാത്രമാണ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞത്. വർക്കലേക്ക് വരുന്നതിന് മുന്നേ ഒരുപാട് നല്ല മോശപ്പെട്ട റോഡുകളായിരുന്നു. അതിലും ശാന്തമായ റോഡുകളിലൂടെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. നമ്മളങ്ങനെ ഇപ്പോൾ പന്നിങ്കര ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ദൂരം ഇനിയുണ്ട് ദൂരം. പാലക്കര പക്ഷെ അന്ന് ഞാനും വീനും കിടന്നുറങ്ങുകയായിരുന്നു. എത്തിയിട്ടുണ്ട്. എത്ര രൂപ അവിടെ? ഇവിടെ എത്ര രൂപയാണ്? സോ ഗൈസ് ഇപ്പൊ സമയം 1:20. നമ്മളിപ്പോ കോഴിക്കോട് റോഡ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോ പാലക്കാട് ടൗണിലാണുള്ളത്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. വീട്ടിലെത്തുമ്പോഴേക്ക് സമയം എത്രയാവും വീട്ടിലെത്തുമ്പോഴേക്ക്? ഇനിയും 1 ഹവറും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് വീട്ടിലെത്തുന്നതിനും കുറച്ച് കാഴ്ചകളാണ്. നമ്മൾ അങ്ങനെ ചന്ദ്രനഗർ വരെയുള്ള വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ 3 മണിയായി ക്ലൈമാക്സ് എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ് ചെയ്യുക. ബൈ. പോയപ്പോൾ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസാണിത്. അങ്ങനെ ഈ വർക്കല ഡേയ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. പിന്നെ റിസോർട്ടുകളുടെ എല്ലാം കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.